നമസ്കാരം. രണ്ടാം വർഷ ഗാർഡനർ വിദ്യാർത്ഥികളുടെ നാലാമത്തെ യൂണിറ്റായ ബേസിക് ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ് ആൻഡ് ഗാർഡൻ കമ്പോണൻറ്റ്സ് എന്ന പാഠഭാഗത്തെ ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് എന്ന ഭാഗമാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പൂന്തോട്ടം നിർമ്മിക്കുന്നതും അതുപോലെ പരിപാലിക്കുന്നതും വളരെ ശ്രമകരമായ കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ അതിൻ്റെ മനോഹാരിത വളരെ കാലം നിലനിർത്തണമെങ്കിൽ ചില ഘടകങ്ങൾ ഗൗരവമായി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഉദ്യാന നിർമ്മാണത്തിലെ ഒരു പ്രധാന ഘടകമാണ് സൈറ്റ് സെലക്ഷൻ അഥവാ സ്ഥലം തിരഞ്ഞെടുക്കൽ. ഒരു ഫോർമൽ ഡിസൈനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലാനിനനുസരിച്ചുള്ള സൈറ്റ് തിരഞ്ഞെടുക്കാം. എന്നാൽ ഇൻഫോർമൽ ഡിസൈൻ ആണെങ്കിൽ സൈറ്റിനനുസരിച്ച് പ്ലാൻ ചെയ്യാവുന്നതാണ്. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ലൊക്കേറ്റ് ഇമ്പോർട്ടൻ്റ് എലിമെൻറ്റ്സ്. ഉദ്യാന നിർമ്മാണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് നടന്ന് അവിടെയുള്ള പ്രധാന നടപ്പാതകൾ, പ്രൈവറ്റ് റോഡ്, നാച്ചുറൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ട്രീസ്, കുറ്റിച്ചെടികൾ എന്നിവ സൈറ്റ് മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യുക. കൂടാതെ പരിസ്ഥിതിക്ക് അനുകൂലമായി കരുതലോടെ മാത്രം നമ്മൾ ഗാർഡൻ ഡിസൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇൻവെൻറ്ററി ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ക്ലൈമറ്റ്. കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളായ കാറ്റിൻ്റെ ദിശ, സൂര്യൻ്റെ പാത, ടോപ്പോഗ്രഫി എന്നിവ വ്യക്തമായി മനസ്സിലാക്കുക. ഫോളോ ദ സൺസ് പാത്ത്. നമ്മുടെ പ്രധാന ഊർജ സ്രോതസ്സായ സൂര്യൻ്റെ പ്രകാശം, താപം എന്നിവ ഉദ്യാനത്തിൻ്റെ ഓരോ ഭാഗത്തും എത്രത്തോളം ലഭ്യമാകും എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന സസ്യങ്ങൾ, ദീർഘകാല പുഷ്പവിളകൾ എന്നിവയെ എവിടെയൊക്കെ നിലനിർത്താം എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ക്ലൈമറ്റ് ആൻഡ് സോയിൽ. ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി എന്നിവ ഒരു ഗാർഡൻ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. ഏത് തരത്തിലുള്ള അലങ്കാര ചെടികളെ ഉപയോഗിക്കുക എന്നത് ആ പ്രദേശത്തെ കാലാവസ്ഥ കൂടി പരിഗണിച്ച് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. നിരപ്പല്ലാത്ത ഒരു പ്രദേശമാണെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ് നടത്തുമ്പോൾ ഗ്രേഡിംഗ് നടത്തി പ്രദേശം നിരപ്പാക്കാവുന്നതാണ്. സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ്. മണ്ണിൻ്റെ സവിശേഷതകൾ പരിഗണിച്ചാൽ മണ്ണിൻ്റെ പ്രധാന ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസായ സോയിൽ ടെക്സ്ചർ, pH എന്നിവ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. സാൻഡി ലോം ടെക്സ്ചറാണ് ഉദ്യാനത്തിലെ സസ്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി. അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടിയുടെ കാര്യം പരിഗണിച്ചാൽ സ്ലൈറ്റ്ലി അസിഡിക് ടു ന്യൂട്രൽ pH ആണ് ഏറ്റവും അനുയോജ്യം. മണ്ണിലെ അസിഡിറ്റി കൂടുതലാണെങ്കിൽ ലൈമിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ച് അസിഡിറ്റി കുറയ്ക്കുന്നത് ആരോഗ്യകരമായ വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ ആവശ്യമായ നീർവാർച്ച ഉറപ്പുവരുത്തുന്നത് വേരുചീയൽ പോലെയുള്ള രോഗങ്ങൾ തടയുന്നതിന് ഉപകാരപ്പെടുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാന ഘടകമാണ് ഹു വിൽ ബി യൂസിങ് യുവർ ഗാർഡൻ. ആര് എങ്ങനെ ഗാർഡൻ ഉപയോഗപ്പെടുത്തുന്നു എന്നത് പ്രധാനമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, മുതിർന്നവർക്ക് വിശ്രമിക്കാനുള്ള ഇടം എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഗാർഡൻ പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പരാമർശിച്ചിരുന്നു ഗാർഡൻ മെയിൻ്റനൻസിൻ്റെ കാര്യം. അപ്പോൾ ഗാർഡൻ മെയിൻ്റനൻസിനായിട്ട് ഒരു ബഡ്ജറ്റ് കണക്ക് കൂട്ടുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഒരു മെയിൻ്റനൻസിനായിട്ട് ഒരു സഹായിയെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് എത്രത്തോളം പൈസ അതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് കണക്ക് കൂട്ടുന്നത് അത്യാവശ്യമായിരിക്കുന്നു. പ്രൊട്ടക്റ്റ് യുവർ റിസോഴ്സസ്. ചൂസ് റിസോഴ്സ് എഫിഷ്യൻറ്റ് പ്ലാന്റ്സ്. തിരഞ്ഞെടുത്ത സൈറ്റിൽ നിന്ന് മുഴുവൻ സസ്യങ്ങളെ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ മാറ്റി നടേണ്ടതായിട്ടുണ്ടോ? അവിടെയുള്ള സസ്യങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിലൂടെ മറ്റ് ചെടികളെ അവിടെ ആ സ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള സസ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും. വാട്ടർ മാനേജ്മെൻറ്റ്. പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ ജലസേചനത്തിനായി മഴവെള്ള സംഭരണി നിർമ്മിക്കാവുന്നതും അതിനെ ഗാർഡൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ ഒരു ഘടകമാക്കി മാറ്റാവുന്നതുമാണ്. എൻവയോൺമെൻ്റലി സൗണ്ട് ഹാർഡ്സ്കേപ്സ്. പരിസ്ഥിതിക്ക് അനുകൂലമായ രീതിയിൽ ഹാർഡ്സ്കേപ്സ്, അതായത് കോൺക്രീറ്റ് പാതകൾക്ക് പകരം ഇൻ്റർലോക്ക് ടൈൽ ഉപയോഗിച്ചുള്ള പാതകൾ, നോൺ ടോക്സിക് ആയിട്ടുള്ള പെയിൻറ്റ്, ക്ലീനേഴ്സ് എന്നിവ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ നിലവിലെ സ്ഥലത്തെ പെർമനൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ മുഴുവൻ ഡിമോളിഷ് ചെയ്യാതെ തന്നെ അതിലേതെങ്കിലുമൊക്കെ ഭാഗം വീണ്ടും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ അക്കാര്യം കണക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. റൈറ്റ് പ്ലാന്റ് ഇൻ റൈറ്റ് പ്ലേസ്. നിലവിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരുന്ന സസ്യങ്ങളെ തിരഞ്ഞെടുക്കുക എന്നത് പ്രധാനമാണ്. അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്ലാന്റിംഗ് പ്രാക്ടീസസ് നൽകിയാലും ചെടികൾക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതുപോലെ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ അവയ്ക്ക് എത്രത്തോളം ഹൈറ്റ്, വിഡ്ത്ത് എന്നിവ വരും എന്നത് കണക്കിലാക്കി വേണം ഓരോന്നിനുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുവാൻ. പിന്നീട് ചെടികളുടെ ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ഹാബിറ്റ് നോക്കുക. പിരമിഡൽ അല്ലെങ്കിൽ കൊളംനാർ ഷേപ്പിലാണോ വളരുന്നത്, അതിൻ്റെ ഏത് സീസണിലാണ് അത് പുഷ്പിക്കുന്നത്, അതിൻ്റെ പുഷ്പങ്ങളുടെ കളർ എന്താണ്, ഇവയൊക്കെ തന്നെ നമുക്ക് ഒരു ഗാർഡനിൽ ചെടികളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഘടകങ്ങളാണ്. സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇത്രയും മനസ്സിലാക്കിയതിൽ നിന്നും ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായി
നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം, പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഓൺ ദി ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്കൂളിൻ്റെ ചിത്രം ഓടിയെത്തും. ആ ചിത്രത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്കൂളിൻ്റെ ക്ലാസ് മുറികളും മരങ്ങളും കുറ്റിച്ചെടികളും പൂച്ചെടികളും കളിസ്ഥലവും ഒക്കെ ഉണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ട കലാലയങ്ങൾ ഒന്നുകൂടി മനോഹരമാക്കുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അവയുടെ പ്രാധാന്യം എന്നിവയൊക്കെയാണ് ഇന്നീ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലാൻഡ്സ്കേപ്പിംഗിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നല്ല പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ കൃത്യമായി പരിപാലിക്കുന്ന ഒരു ഉദ്യാനം സ്കൂളിന്റെ രൂപഭംഗി ക്രമാതീതമായി കൂട്ടുന്നു. ക്യാമ്പസിന്റെ ചുറ്റുമുള്ള ഭംഗിയുള്ള ഒരു പൂന്തോട്ടം ക്യാമ്പസിൽ ആദ്യമായി എത്തിച്ചേരുന്ന കുട്ടികളിലും രക്ഷിതാക്കളിലും മതിപ്പുണ്ടാക്കുന്നു. ഇവയ്ക്ക് പുറമെ സഹൃദയമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുവാൻ ഇവ സഹായിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലാൻഡ്സ്കേപ്പിംഗ് അഥവാ ഉദ്യാന നിർമ്മാണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അതിരുകളിൽ മരങ്ങൾ നടുന്നതിലൂടെ ശബ്ദമലിനീകരണം, വായു മലിനീകരണം, പൊടി മലിനീകരണം ഒക്കെ ക്രമാതീതമായി കുറയ്ക്കുന്നു. കൂടാതെ ശുദ്ധവായുവും തണലും നൽകുന്നു. ക്യാമ്പസിലെ കാണുവാൻ അത്ര ആകർഷണീയമല്ലാത്ത സ്ഥലങ്ങൾ മറയ്ക്കുവാൻ മരങ്ങൾ ഒരു സ്ക്രീൻ പോലെ പ്രവർത്തിക്കുന്നു. ചെടികളും മരങ്ങളും കഠിനമായ ചൂടും തണുപ്പുമൊക്കെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ഇങ്ങനെ അന്തരീക്ഷ മലിനീകരണമില്ലാതെ ശബ്ദ കോലാഹലങ്ങളില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് നല്ലതുപോലെ പഠനം നടത്തുവാൻ സാധിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉദ്യാനം നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. സ്കൂൾ ഉദ്യാനത്തിൽ ഉൾപ്പെടുത്തുന്ന എല്ലാ ഉദ്യാന ഘടകങ്ങളും ചെടികളും ഏറ്റവും കുറഞ്ഞ പരിപാലനം വേണ്ടതായിരിക്കണം. സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന കലാകായിക മേളകൾക്കും തുറസായ സ്ഥലങ്ങളിലെ ഒത്തുകൂടലുകൾക്കും ചടങ്ങുകൾ എന്നിവയ്ക്കെല്ലാം അനുയോജ്യമായ സ്ഥലം ലഭ്യമാകത്തക്ക തരത്തിലായിരിക്കണം ഉദ്യാന നിർമ്മാണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പൂന്തോട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ലോൺ അഥവാ പുൽത്തകിടി, ട്രീസ് അഥവാ വൃക്ഷങ്ങൾ, ഷ്രബ്സ് അഥവാ കുറ്റിച്ചെടികൾ. ഉദ്യാനത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ഘടകം ഏതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? അതെ, ഉത്തരം പുൽത്തകിടിയാണ്. ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത ഏതൊരു ഉദ്യാനത്തിന്റെ പ്രധാന ഘടകം പുൽത്തകിടിയാണ്. എന്നാൽ സ്കൂൾ ഉദ്യാനങ്ങളിൽ ലോൺ ഒരു പ്രധാന ഘടകമല്ല. കാരണം അവയ്ക്ക് കൃത്യമായ ഇടവേളകളിലുള്ള പരിചരണം ആവശ്യമാണെന്നതുകൊണ്ട് തന്നെ. അതിനാൽ തൊഴിലാളികളുടെ സഹായം വേണ്ടിവരുന്നു. എന്നാൽ ഇതെല്ലാം സാധ്യമായ സാഹചര്യത്തിൽ ലോണിനെ കൂടി നമ്മുടെ പ്ലാനിൽ ഉൾപ്പെടുത്താം. എങ്കിലും നല്ല ഹാർഡി ആയിട്ടുള്ള അധികം പരിചരണം ആവശ്യമില്ലാത്ത പുല്ലിനങ്ങൾ വേണം നട്ടുപിടിപ്പിക്കാൻ. വളരെ വലിയൊരു പ്രദേശം ലാൻഡ്സ്കേപ്പിംഗിൽ ഉൾപ്പെടുത്തുവാനുണ്ടെങ്കിലോ ക്രിക്കറ്റ്, ഹോക്കി തുടങ്ങിയ കളികൾ ടർഫ് ഉപയോഗിക്കുന്നെങ്കിലോ നമുക്ക് ലോണിനെ കൂടി പ്ലാനിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ഉദ്യാനത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ഘടകം ഏതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? സ്കൂൾ ഉദ്യാനത്തിലെ പ്രധാന ഘടകമാണ് മരങ്ങൾ. നിറയെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതവും മനോഹരമായ രൂപഭംഗി കൊണ്ടും വൃക്ഷങ്ങൾ പൂന്തോട്ടത്തിന്റെ മനം കവരുന്നവയാണ്. ഇവ ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. കെട്ടിടത്തിന്റെ രൂപകൽപ്പനയ്ക്ക് അനുയോജ്യമായ മരങ്ങൾ വേണം തിരഞ്ഞെടുക്കേണ്ടത്. അവയുടെ ആകൃതിയും അവ നടുന്ന സ്ഥലവും കെട്ടിടത്തിന്റെ ഭംഗി കൂട്ടുന്നവയായിരിക്കും. വലിയ തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് ശബ്ദ മലിനീകരണം കുറയ്ക്കുവാനും പൊടി, കാറ്റ് എന്നിവയുടെ തീവ്രത കുറയ്ക്കുവാനും സഹായിക്കുന്നു. ഉദാഹരണമായി യൂക്കാലിപ്റ്റസ്, സിൽവർ ഓക്ക് തുടങ്ങിയവ സ്കൂളിന്റെ അതിരുകളിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. പല സീസണുകളിലായിട്ട് പൂക്കുന്ന മരങ്ങൾ വലിയ തണൽ മരങ്ങളുടെ മുന്നിൽ നട്ടുപിടിപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കാലാവസ്ഥയിലും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭൂതി ഉണ്ടാകുന്നു. കെട്ടിടത്തിന് മുന്നിലായിട്ട് അധികം പൊക്കമില്ലാത്ത നല്ല ഭംഗിയുള്ള പൂമരങ്ങൾ നട്ടുപിടിപ്പിക്കണം. സ്കൂൾ കെട്ടിടത്തിന്റെ കാഴ്ച മറച്ചു കളയുന്ന തരത്തിൽ ഒരിക്കലും മരങ്ങൾ നട്ടുപിടിപ്പിക്കരുത്. റോഡുകളുടെയും വഴികളുടെയും അരികിൽ ഇടത്തരമോ പൊക്കം കൂടിയതുമായ പൂമരങ്ങൾ വച്ചുപിടിപ്പിക്കുക. ഇങ്ങനെ റോഡിന്റെ ഇരുവശത്തും മരങ്ങൾ നടുന്നതിനെ അവന്യൂ പ്ലാന്റിംഗ് എന്ന് പറയുന്നു.
അവന്യൂ പ്ലാന്റിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മരങ്ങളുടെ മുകളിൽ കൂടി പോകുന്ന വയറിങ്ങും അതുപോലെ വെള്ളം പോകുന്നതിനുള്ള സംവിധാനവും ഒക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ഇല പൊഴിക്കുന്ന മരങ്ങൾ എപ്പോഴും അതിരുകളിൽ നടുക. ഇവ ഒരിക്കലും കളിസ്ഥലത്തിനടുത്ത് നടുവാൻ പാടില്ല. സ്കൂൾ ഗാർഡനിൽ ഉൾപ്പെടുത്താവുന്ന ചില മരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. പോളിയാൽത്തിയ അഥവാ അരണമരം, അശോകം അഥവാ സറാക്ക അശോക, ഗുൽമോഹർ അഥവാ ഡിലോണിക്സ് റീജിയ, ബൊഹീനിയ അഥവാ മന്ദാരം, പൂമരുത് അഥവാ ലാജസ്ട്രോമിയ, കണിക്കൊന്ന കാഷ്യ ഫിസ്റ്റുല. സ്കൂൾ ഉദ്യാനത്തിലെ അടുത്ത പ്രധാന ഘടകമാണ് ഷ്രബ്സ് അഥവാ കുറ്റിച്ചെടികൾ. ആകർഷകമായ ഇലകളുള്ളതും വിവിധ നിറത്തിലുള്ള പൂക്കളുള്ളതുമായ കുറ്റിച്ചെടികൾ പൂന്തോട്ടത്തിന്റെ സൗന്ദര്യം കൂട്ടുന്നു. ഇവ എങ്ങനെയാണ് പൂന്തോട്ടത്തിന്റെ ഭംഗി കൂട്ടുവാൻ സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ചെറിയ പാതകളുടെ അരികുകളിൽ കുറ്റിച്ചെടികൾ വരികളായോ കൂട്ടമായോ നട്ടുപിടിപ്പിക്കുമ്പോൾ ആ വഴികൾക്ക് ഒരു പ്രത്യേക ഭംഗി കൂടുന്നു. സ്കൂൾ ക്യാമ്പസിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മരങ്ങളുടെയും പൂത്തടങ്ങളുടെയും പുൽത്തകിടിയുടെയും ഇടയിലുള്ള സ്ഥലം ഭംഗിയാക്കുവാനും കൂടാതെ സ്കൂളിന്റെയും ഗ്രൗണ്ടുകളുടെയും അതിരുകളിൽ കുറ്റിച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കളിസ്ഥലത്തിന് ചുറ്റും കുറ്റിച്ചെടികൾ കൊണ്ടുള്ള അതിരുകൾ നട്ടുപിടിപ്പിക്കുന്നത് പരിപാലന മുറകൾ കുറയ്ക്കുവാൻ സഹായിക്കും. കാരണം ഹെഡ്ജുകൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അവയുടെ പൊക്കം, രൂപനിയന്ത്രണം തുടങ്ങിയ പരിപാലന മുറകൾ കൃത്യതയോടെ നടത്തേണ്ടി വരും. അതുപോലെ തന്നെ വിവിധ നിറത്തിലുള്ള കുറ്റിച്ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ഉദ്യാനത്തിന്റെ ഭംഗി ഹെഡ്ജുകളുടെ കാറ്റും കൂടുന്നതാണ്. നിത്യഹരിതമായവയോ പൊക്കം കുറഞ്ഞവയോ പടരുന്നവയായ കുറ്റിച്ചെടികൾ കെണ്ടത്തിനോട് ചേർന്ന് നട്ടുപിടിപ്പിക്കുമ്പോൾ കെണ്ടത്തിന്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിക്കും. സ്കൂൾ ഗാർഡൻ നിർമ്മിക്കുമ്പോൾ നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഗാർഡനിൽ ഉൾപ്പെടുത്തുന്ന മരങ്ങളും കുറ്റിച്ചെടികളും ഫലവർഗ വിളകളാകാൻ പാടില്ല. അതുപോലെ തന്നെ വിഷമുള്ളതോ അപകടകാരിയായ മുള്ളുകളുള്ളതോ ആകാൻ പാടില്ല. സ്കൂൾ ഗാർഡനിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന മറ്റ് ഉദ്യാന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യമായി ക്ലൈംബേഴ്സ് അഥവാ വള്ളിച്ചെടികൾ. ഹാർഡി ക്ലൈംബേഴ്സ് അഥവാ ഏത് പ്രതികൂല അവസ്ഥയിലും ദൃഢതയോടെ വളരുന്ന വള്ളിച്ചെടികളെ നമുക്ക് സ്കൂളിന്റെ പ്രവേശന കവാടത്തിനടുത്തുള്ള ഭിത്തിയിലോ കമാനങ്ങളിലോ വളർത്താം. ഉദാഹരണം ബൊഗെയിൻവില്ല. ചില ഘടകങ്ങൾ കൂടി നമുക്ക് സ്കൂൾ കെട്ടിടത്തിൽ ഉൾപ്പെടുത്താം. ഉദാഹരണമായി ചെടികൾ നട്ടുപിടിപ്പിച്ച് ഭംഗിയുള്ള ചെടിച്ചട്ടികൾ സ്കൂളിന്റെ വരാന്തയിലും അകത്തളത്തിലും ഇടനാഴികളിലുമൊക്കെ നമുക്ക് വയ്ക്കാം. ഹാങ്ങിങ് ബാസ്ക്കറ്റ് അഥവാ തൂക്കുചട്ടികളിൽ അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിച്ച് വരാന്തകളിൽ തൂക്കി അലങ്കരിക്കാം. ഭിത്തികളിൽ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനുകൾ സ്ഥാപിക്കാം. ഭംഗിയായി പരിപാലിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിൽ ഹെഡ്ജ്, എഡ്ജ്, ഫ്ലവർ ബെഡ് അഥവാ പൂമെത്തകൾ കൂടി ഉൾപ്പെടുത്താം. ഇന്നത്തെ ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഒരു മനോഹരമായ പൂന്തോട്ടത്തിന്റെ പ്ലാൻ തയ്യാറാക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉദ്യാന നിർമ്മാണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ വീടിന്റെ മുറ്റത്ത് മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ വീടിന്റെ ഭംഗി വർദ്ധിക്കും, അല്ലേ? ഇതുപോലെയൊരു മനോഹരമായ പൂന്തോട്ടം ഡിസൈൻ ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവയെല്ലാമാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിംഗ് ഓഫ് എ സ്മാൾ ഹോം ഗ്രൗണ്ട്. ഒരു റെസിഡൻഷ്യൽ ഗാർഡൻ അല്ലെങ്കിൽ ഹോം ഗാർഡൻ പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ അനുസരിച്ചാകണം. പ്രത്യേകിച്ചും വീട്ടുടമയുടെ അഭിരുചിക്കും അദ്ദേഹത്തിൻ്റെ ചോയ്സിനുമെല്ലാം പ്രാധാന്യം നൽകണം. ഹോം ഗാർഡൻ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രാമുഖ്യം നൽകേണ്ടത് അതിൻ്റെ ഭംഗി, അതിൻ്റെ ഉപയോഗം, വ്യക്തികളുടെ ആസ്വാദന രീതി എന്നിവയ്ക്കാവണം. മാത്രമല്ല കുടുംബാംഗങ്ങൾക്ക് അവരുടെ വിശ്രമവേളകളിൽ
ഉദ്യാന ഭംഗി ആസ്വദിച്ചുകൊണ്ട് പരസ്പരം ഒത്തുചേരാനുള്ള ഒരു ഔട്ട്ഡോർ ലിവിംഗ് സ്പേസായി മാറാനും കഴിയണം. ഹോം ഗാർഡൻ ലാൻഡ്സ്കേപ്പിങ്ങിന് അറിഞ്ഞിരിക്കേണ്ട ബേസിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗാർഡൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പശ്ചാത്തലം ന്യൂട്രൽ ആയിരിക്കണം. അതായത് അധികം ആകർഷണീയതയില്ലാത്ത ഒരു ഭിത്തിയോ വേലിച്ചെടികളോ ഉയരം കൂടിയ മരമോ ആകാം. ആകർഷണീയത കൂടിയ പശ്ചാത്തലമായാൽ കാഴ്ചക്കാരുടെ ശ്രദ്ധ അവിടേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. ഡിസൈൻ എപ്പോഴും വൈവിധ്യമാർന്നതാകണം. അതായത് ചെടികളുടെ നിറം, രൂപം, ഘടന ഇവയിലൊക്കെ വൈവിധ്യം കൊണ്ടുവരുന്നത് മൊണോട്ടണി ഒഴിവാക്കാൻ സഹായിക്കും. എങ്കിലും വിവിധ ഘടകങ്ങൾ തമ്മിൽ, അതായത് മാസസ്, രൂപം, നിറം ഇവയിലൊക്കെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുകയും വേണം. ഗാർഡൻ്റെ മധ്യഭാഗം മറ്റു ഭാഗങ്ങളെക്കാൾ കൂടുതൽ ആകർഷകമായിരിക്കണം. ഒരു പുൽത്തകിടി ഇവിടെ നിർമ്മിച്ചുകൊണ്ട് ഇത് നമുക്ക് സാധ്യമാക്കാം. ഇനി ജലാശയങ്ങളിൽ ഓളം അലതല്ലി വരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയുള്ള ചെറിയ കറുഡ് ലൈൻസ് കൊടുത്തുകൊണ്ട് ലാൻഡ്സ്കേപ്പിന് ഒരു റിഥം അല്ലെങ്കിൽ താളം കൊടുക്കാൻ സാധിക്കും. ചില കമ്പോണൻസിൻ്റെ ആവർത്തനം കൊണ്ട്, അതായത് ചില രൂപങ്ങൾ, വെട്ടി നിർത്തിയ രൂപങ്ങൾ കണ്ടിട്ടില്ലേ, അത് ആവർത്തിച്ച് വരുന്നത് നമ്മുടെ ലാൻഡ്സ്കേപ്പിന് ഒരു താളം, ബാലൻസ്, ഒരു ഏകത ഇവ നൽകാൻ കഴിയുന്നു. ഹോം ഗാർഡൻ ഡിസൈൻ ചെയ്യുമ്പോൾ സ്ഥല ലഭ്യത അനുസരിച്ചും അതുപോലെ അതിൻ്റെ ഉപയോഗമനുസരിച്ചും പ്രധാനമായി 3 ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് അപ്രോച്ച് ഏരിയ അല്ലെങ്കിൽ പബ്ലിക് ഏരിയ. മുന്നിലുള്ള റോഡ് അല്ലെങ്കിൽ സ്ട്രീറ്റ് മുതൽ വീടിൻ്റെ പ്രധാന വാതിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലമാണ് അപ്രോച്ച് ഏരിയ. മുൻഭാഗത്തുള്ള മുറ്റമാണ് സാധാരണയായിട്ട് പൊതുജനങ്ങൾ പ്രവേശിക്കുന്ന സ്ഥലം. ഈ ഭാഗമാണ് കൂടുതലായും പൊതുജനങ്ങൾക്ക് ദൃശ്യമാകുന്നതും. ഒരു സന്ദർശകൻ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് ഈ അപ്രോച്ച് ഏരിയയിലൂടെയാണ്. നേരിട്ടുള്ളതും ആവശ്യത്തിന് സ്ഥലം ഉൾക്കൊള്ളുന്നതും ആയിരിക്കണം അപ്രോച്ച് ഏരിയ. അപ്രോച്ച് ഏരിയ 2 തരമുണ്ട്. പൊതുജനങ്ങൾക്ക് മുൻവാതിലിൽ എത്തിച്ചേരുന്നതിനുള്ള നടപ്പാതയും പൊതുസേവന ആവശ്യങ്ങൾക്കായി പിൻവാതിലിലേക്കും ഗാരേജിലേക്കും എത്തിച്ചേരുന്ന പാതയും. ചിത്രത്തിൽ നിങ്ങൾക്കിത് രണ്ടും കാണാൻ സാധിക്കും. 2 സർവീസ് ഏരിയ അല്ലെങ്കിൽ വർക്ക് ഏരിയ. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയും പുറത്തേക്ക് സപ്ലൈ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് ഈ ഭാഗത്തു കൂടിയാണ്. ഇതുകൂടാതെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനുള്ള സ്ഥലം, വസ്ത്രങ്ങൾ കഴുകി ഉണക്കുന്നതിനുള്ള സ്ഥലം, അടുക്കളത്തോട്ടം, കമ്പോസ്റ്റ് കുഴി, കാർഷിക ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സ്റ്റോർ ഇവയെല്ലാം ഈ ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സൗകര്യപ്രദവും ആകർഷണീയവും ചിട്ടയോടെ ക്രമീകരിച്ചതുമായിരിക്കണം ഈ സ്ഥലം. കൂടുതലായും വീടിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ഈ ഭാഗം വരുന്നത്. 3 ഔട്ട്ഡോർ ലിവിംഗ് ഏരിയ അല്ലെങ്കിൽ പ്രൈവറ്റ് ഗാർഡൻ ഏരിയ. കുടുംബാംഗങ്ങൾക്ക് ഒന്നിച്ചു കൂടാൻ വേണ്ടിയുള്ള ഒരു പ്രൈവറ്റ് ഏരിയയാണിത്. ചെടിച്ചട്ടികളും മറ്റ് ചെടികളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഈ ഭാഗം അകത്തളത്തിൽ നിന്നുള്ള ഒരു എക്സ്റ്റൻഷനായിട്ടാണ് സാധാരണ ക്രമീകരിക്കുന്നത്. വീടിനകത്തുള്ള ലിവിംഗ് റൂമിൽ നിന്നും എത്തിച്ചേരാൻ പാകത്തിനായിരിക്കണം ഇത്. ആവശ്യത്തിന് പ്രൈവസിയും കംഫർട്ടും ഒക്കെ ഉറപ്പുവരുത്തുന്നതും ആവശ്യത്തിന് മറയ്ക്കപ്പെട്ടതും സുരക്ഷിതത്വം നൽകുന്നതും തണലും നല്ല തണുത്ത കാറ്റുമെല്ലാം ലഭിക്കുന്ന സ്ഥലവുമായിരിക്കണം. ഈ ഏരിയയിൽ കാണുന്ന എല്ലാ എലമെൻസും സന്തോഷം നൽകുന്നതും ഭംഗിയുള്ളതുമായിരിക്കണം. പറ്റുമെങ്കിൽ മരങ്ങളുടെ ചുവട്ടിലോ വള്ളിക്കുടിലുകളിലോ ഗാർഡൻ ബെഞ്ചുകൾ നിർമ്മിച്ച് തണലുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാക്കാം. ഓടുകൾ പാകിയ മേൽക്കൂരയുള്ളതോ ഇല്ലാത്തതോ ആയ ഒരു നടുമുറ്റം ഉണ്ടായിരിക്കണം. ആവശ്യത്തിന് സ്ഥലം ലഭ്യമാണെങ്കിൽ ഈ ഭാഗം നമുക്ക് വീട്ടിൽ നടക്കുന്ന മറ്റുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ള വേദിയാക്കാം. അടുത്തത് ഗാർഡൻ്റെ പരിപാലനവും മെയിൻ്റനൻസുമാണ്. ഗാർഡൻ്റെ ഭംഗി അതേപടി നിലനിൽക്കുന്നതിന് നല്ല പരിപാലനം ആവശ്യമുണ്ട്. ഒരു പരിധിവരെ കുടുംബാംഗങ്ങൾക്ക് തന്നെ ഈ പരിപാലനത്തിൽ ഏർപ്പെടാവുന്നതാണ്. എന്നാൽ ബുദ്ധിമുട്ടേറിയ ജോലികൾ, ഉദാഹരണത്തിന് കിളയ്ക്കുക, പുല്ല് വെട്ടി നിർത്തുക, ചെടികൾ ഷേപ്പ് ചെയ്യുക, ഇവയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലേബറേഴ്സിനെ വയ്ക്കാവുന്നതാണ്. ഒരു വീടും അതിൻ്റെ ചുറ്റുപാടും എങ്ങനെ ഭംഗിയായും വൃത്തിയായും കാണപ്പെടുന്നു എന്നത് അതിൻ്റെ ഉടമസ്ഥൻ്റെ വ്യക്തിത്വമാണ് വെളിപ്പെടുത്തുന്നത്. വളരെ ചെറിയ പ്ലോട്ടുകൾ ഉള്ളവർക്ക് പോലും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് മനോഹരമായി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനാകും. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അതിനൊരു ഉദാഹരണമാണ്. അടുത്തത്, ഒരു ഗാർഡൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഒഴിവാക്കേണ്ട തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓവർ ക്രൗഡിങ് അല്ലെങ്കിൽ ചെടികൾ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്നത്, മൊണോട്ടണി, ഒരുപോലെയുള്ള ചെടികൾ ധാരാളമായി കാണപ്പെടുന്നത്, അനുയോജ്യമല്ലാത്ത സ്ഥലങ്ങളിലുള്ള പ്ലാന്റിംഗ് ഇവയൊക്കെ ഒഴിവാക്കണം.
അടിസ്ഥാന സൗകര്യങ്ങളായ ജലസേചനം, നീർവാർച്ച ഇവയൊക്കെ ഉറപ്പാക്കിയിരിക്കണം. മൊണോട്ടണി, ഓവർ ക്രൗഡിംഗ്, പ്ലേസിംഗ് ഓഫ് പ്ലാന്റ്സ് ഇൻ റോങ് സിറ്റുവേഷൻസ് ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളാണ് ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നത്. മാസ്റ്റർ പ്ലാൻ. ഒരു ഗാർഡൻ വർക്ക് ഏറ്റെടുക്കുന്നതിന് മുൻപ് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്. 1:15 അല്ലെങ്കിൽ 1:20 എന്ന അനുപാതത്തിൽ ഒരു ഗ്രാഫ് പേപ്പറിൽ ഇത് തയ്യാറാക്കാം. തണൽ വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ ഗാർഡൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ലാൻഡ്സ്കേപ്പിങ്ങിൽ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അപ്രോച്ച് ഏരിയയിൽ വലിയ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കാൻ ഇടയാകരുത്. വർഷങ്ങൾ കഴിഞ്ഞ് ഇവ അധിക വളർച്ചയെത്തുമ്പോൾ ഉടമസ്ഥന് മുറിച്ചു മാറ്റേണ്ടി വരും. അതുപോലെ വീടിൻ്റെ മുൻഭാഗത്തും തിങ്ങി നിറഞ്ഞ് മരങ്ങൾ നിൽക്കാൻ ഇടയാകരുത്. അത് വീടിൻ്റെ കാഴ്ച തന്നെ മറയ്ക്കും. എന്നാൽ അധികം ഉയരമില്ലാത്ത മരങ്ങൾ അനുയോജ്യമായ സ്ഥലങ്ങളിൽ നടുന്നത് ഗാർഡൻ്റെ ഭംഗി കൂട്ടും. വീടിൻ്റെ മുൻഭാഗത്ത് ചെടികൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് വെളിച്ചവും വായുവും കടക്കുന്നതിന് ഒരിക്കലും തടസ്സമാകരുത്. കൂടാതെ അകത്തളങ്ങളിൽ നിന്ന് ഗാർഡൻ്റെ ദൃശ്യം മറയ്ക്കുകയും അരുത്. നല്ല വെളിച്ചം ലഭ്യമാണെങ്കിൽ മിനിയേച്ചർ റോസ് പോലെയുള്ള ചെടികൾ കൊണ്ട് ഫൗണ്ടേഷൻ പ്ലാന്റിംഗ് ചെയ്യാവുന്നതാണ്. വിശാലമായ പുൽത്തകിടിയോടൊപ്പം സീനിയ പോലെയുള്ള ഹെർബേഷ്യസ് ആനുവൽസും കാന പോലെയുള്ള ഹെർബേഷ്യസ് പെരനിയൽസും നടാവുന്നതാണ്. സർവീസ് ഏരിയ അടുപ്പിച്ച് നട്ടിട്ടുള്ള വേലിച്ചെടികൾ കൊണ്ടോ കുറ്റിച്ചെടികൾ ബോർഡറായി വെച്ച് പിടിപ്പിച്ചോ മറച്ചിരിക്കണം. ഒരു ചെറിയ ഹോം ഗാർഡനിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഗാർഡൻ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പുൽത്തകിടി, കുറ്റിച്ചെടികൾ കൊണ്ടുള്ള ബോർഡറുകൾ, ഫ്ലവർ ബെഡ്സ്, റോസ് ഗാർഡൻ, ചെടിച്ചട്ടികൾ, ലില്ലിപ്പൂൾ, റോക്ക് ഗാർഡൻ, വേലികൾ, ഇഴവള്ളികൾ, തണൽ മരങ്ങൾ കൂടുതലും പിൻഭാഗത്ത് നടുന്നതായിരിക്കും നല്ലത്. പ്രതിമ, ഗാർഡൻ ബെഞ്ചസ് ഇവയൊക്കെയാണ് ഉൾപ്പെടുത്താവുന്നത്. ചെറിയ പൂന്തോട്ടങ്ങൾക്ക് അനുയോജ്യമായ ചെടികൾ: ഹെർബേഷ്യസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ജെറേനിയം, ഡേ ലില്ലി, മാരിഗോൾഡ്, സീനിയ, ബാൾസം, സൺഫ്ലവർ തുടങ്ങിയവ. മരങ്ങൾക്ക് ഉദാഹരണമാണ് ബൊഹീനിയ അല്ലെങ്കിൽ മന്ദാരം, ഇലഞ്ഞി, ഗ്ലൈറിസിഡിയ, കാഷ്യ ഫിസ്റ്റുല അല്ലെങ്കിൽ കണിക്കൊന്ന. കുറ്റിച്ചെടികൾക്ക് ഉദാഹരണമാണ് ഇക്സോറ, തെച്ചി, ഹൈഡ്രേഞ്ചിയ, മുസാൻഡ, റോഡോഡെൻഡ്രോൺ തുടങ്ങിയവ. ഈ പാഠഭാഗത്തിലെ ചിത്രങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്കും വീട്ടിലൊരു പൂന്തോട്ടം ഉണ്ടാക്കണമെന്ന് തോന്നിയില്ലേ? അപ്പൊ ഇനി ചെറിയ ഒരു വർക്ക് ഞാൻ തരാം. നിങ്ങളുടെ വീട്ടിൽ ഡിസൈൻ ചെയ്യാവുന്ന ഒരു പൂന്തോട്ടത്തിന്റെ ലേഔട്ട് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക.